ഹലോ നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുലാവാണ്. ഇതിൽ ഞാൻ ഡബിൾ ബീൻസ് ആണ് ചേർത്തിട്ടുള്ളത്. ഈ ബീൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബീൻസ്, പൊട്ടറ്റോ ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാം. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഡബിൾ ബീൻസ് 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒരു 3 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഒരു വലിയ പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് 3 ഗ്രാമ്പു, 3 കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരണം. അതിനുശേഷം ഇതിലേക്ക് 3 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമുക്കിത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ചതച്ചെടുത്തിട്ടുള്ള 2 പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയില, പുതിനയില, 1/4 ടീസ്പൂൺ ഷാജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഷാജീരകം ഇല്ലെങ്കിൽ നമുക്ക് പെരിഞ്ജീരകം ചേർത്താലും മതി. ഇതിപ്പോൾ നമുക്ക് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഈ പൊട്ടറ്റോ ചെറുതായിട്ട് അരിഞ്ഞിട്ടാൽ മതി, അപ്പോൾ വേഗം വെന്ത് കിട്ടും. ഇത് നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് ഒരു വലിയ ടൊമാറ്റോ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ഒന്ന് വെന്ത് വരണം. ഇപ്പം നമ്മുടെ പൊട്ടറ്റോയും ടൊമാറ്റോ ഒക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2.5 ടീസ്പൂൺ പുലാവ് മസാലയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെടുക്കുക പുലാവ് മസാല ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്താൽ മതി. ഈ പുലാവ് മസാലയ്ക്ക് അതിൽ ഓൾറെഡി ഗരം മസാല ഉണ്ടായതുകൊണ്ട് ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിന് ശേഷം നമുക്കിതിലേക്ക് 3 കപ്പ് ബസ്മതി റൈസാണ് ഞാൻ കഴുകിയതിന് ശേഷം 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം കളഞ്ഞ് ഇത് എടുക്കണം. അതിനുശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ നെയ്യിലും എണ്ണയിലും ഒക്കെ ഒന്ന് നല്ലതുപോലെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പതുക്കെ ഇളക്കി കൊടുക്കണം. ഈ അരി പൊടിഞ്ഞു പോകാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന 1 കപ്പ് ഡബിൾ ബീൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ ഈ ഡബിൾ ബീൻസ് ഇല്ലെങ്കിൽ വലിയ രാജ്മ പയറായ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് 6 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയും വെജിറ്റബിൾസും പയറും എല്ലാം ഉള്ളത് കൊണ്ടാണ് 6 കപ്പ് വെള്ളം ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും എരിയെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കണം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നമ്മളിതൊന്ന് തുറന്ന് നോക്കണം, ഇതിൽ ആവശ്യത്തിന് വെള്ളമുണ്ടോ ഇല്ലയോ എന്ന്. വെള്ളം കുറവാണെങ്കിൽ തിളപ്പിച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി കുറച്ചുകൂടെ അരി വേവാനുണ്ട്, വെള്ളവും പറ്റാനുണ്ട്. നമുക്ക് അടച്ചു വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം പറ്റാനുണ്ട്, അത് കുറച്ച് സമയം കൂടെ അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പം നമ്മുടെ പുലാവ് വെള്ളമെല്ലാം പറ്റി ചോറൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ്. താങ്ക് യു.